ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 7 ബേസിക് സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദ സ്കോർച്ചിങ് സൺലൈറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ വിൻഡോ, ക്ലോസ് ദ കർട്ടൻ ഡിയർ. അപ്പോൾ ഇത് വെയിലടിക്കുന്നുണ്ട് അല്ലേ മുത്തശ്ശിക്ക്. അപ്പോൾ ആ കർട്ടൻ ഇടാനാണ് പറയുന്നത്. ബട്ട് ദ വിൻഡോ ഈസ് ക്ലോസ്ഡ്, ദെൻ ഹൗ ക്യാൻ ദ സൺലൈറ്റ് എൻറ്റർ ദ റൂം. അപ്പോൾ എന്താണ് കുട്ടി പറയുന്നത്? വിൻഡോ അടച്ചിട്ടാണല്ലോ കിടക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് സൺലൈറ്റ് കടക്കുന്നത്? ദിസ് ഈസ് ദ ഡൗട്ട് എക്സ്പ്രസ്ഡ് ബൈ എ ലിറ്റിൽ ഗേൾ. യു നോ ദാറ്റ് ദ ലൈറ്റ് ക്യാൻ എൻറ്റർ ദ റൂം ത്രൂ ഗ്ലാസ് വിൻഡോ ഈവൺ ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. നമുക്കറിയാലോ അല്ലേ, ലൈറ്റിന് ഗ്ലാസ് വിൻഡോയിൽ കൂടെ കടക്കാൻ പറ്റും, വിൻഡോ ക്ലോസ്ഡ് ആണെങ്കിലും. വൈ ഡിഡ് ഗ്രാൻഡ്മ ആസ്ക്ഡ് ദ ഗേൾ ടു ക്ലോസ് ദ കർട്ടൻ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ദ റൂം ത്രൂ ദ വിൻഡോസ്. വിൻഡോയുടെ ഇടയിൽ കൂടെ ലൈറ്റ് എന്താ പറയുക, ഗ്രാൻഡ്മയുടെ അടുത്തെത്തിയപ്പോൾ ഗ്രാൻഡ്മ പറയുന്നുണ്ട് അല്ലേ കർട്ടൻ ഇടാൻ. എന്തുകൊണ്ടായിരിക്കും കർട്ടൻ ഇടാൻ പറഞ്ഞത്? ആൻസർ നോട്ട് ചെയ്തോളൂ കേട്ടോ. ദ കർട്ടൻ ഡസ് നോട്ട് അലോ ദ ലൈറ്റ് ടു എൻറ്റർ ഇൻ ടു ദ റൂം. കർട്ടൻ എന്ത് ചെയ്യും? സൺലൈറ്റിനെ റൂമിലേക്ക് കടത്തി വിടില്ല. ഓക്കെ, പക്ഷെ ഗ്ലാസ് എന്ത് ചെയ്യും? കടത്തി വിടും. What are the things that can be used instead of a curtain to prevent sunlight from entering a room through a glass window? അപ്പോൾ സൺലൈറ്റ് കടത്തി വിടാണ്ടിരിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ തിങ്സ് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെ ചെയ്യാം? യൂസ് വുഡൻ സ്ക്രീൻസ്. വുഡൻ സ്ക്രീൻസ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഗ്ലാസ് വിൻഡോ അല്ലേ യൂസ് ചെയ്ത്. അല്ലെങ്കിൽ യൂസ് റബ്ബർ സ്ക്രീൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ യൂസിങ് പ്ലാസ്റ്റിക് കർട്ടൻസ് യൂസ് ചെയ്യാം. പെയിൻറ്റ് ഇറ്റ് ബ്ലാക്ക്. ബ്ലാക്ക് കളറിൽ വിൻഡോ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ്സിലേക്ക് വരില്ല. പിന്നെ യൂസ് സ്യൂട്ടബിൾ പേപ്പേഴ്സ് ടു കവർ ഗ്ലാസ്. അതായത് ഗ്ലാസ് കവർ ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ ഒട്ടിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ എന്ത് വരില്ല? സൺലൈറ്റ് വരില്ല. ലെറ്റ് us ഫൈൻഡ് ത്രൂ ആൻ എക്സ്പീരിമെൻറ്റ്. ഒരു എക്സ്പീരിമെൻറ്റ് നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. പോയിൻ്റ് എ ലൈറ്റ് ആൻഡ് ടോർച്ച് അറ്റ് എ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് സച്ച് ആസ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, വുഡൻ ബ്ലോക്ക്, എ പീസ് ഓഫ് ക്ലോത്ത്, വൈറ്റ് പേപ്പർ, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, എ കോയിൻ, എ മിറർ, എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, മാർബിൾ, പോളിത്തീൻ കവർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെ എന്ത് ചെയ്യുക? ഒരു ടോർച്ച് അടിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവേഷൻസ് അടിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ലൈറ്റിനെ കടത്തി വിടുന്ന ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്നും ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്നും നോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെ വരും നോക്കാം. ഫസ്റ്റ് വിൻഡോ ഗ്ലാസ് ആണ് വരിക. സെക്കൻഡ് ബട്ടർ പേപ്പർ വരും. തേർഡ് എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്. ഫോർത്ത് എ ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ. ഫിഫ്ത്ത് എന്ത് വരും? എ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. പിന്നെ സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഗ്ലാസ്സുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കടത്തി വിടും അല്ലേ. അടുത്തത് ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റിൽ ഇതിൽ ഏതൊക്കെ വരും? ഫസ്റ്റ് തന്നെ വുഡൻ ബ്ലോക്ക് വരും. പിന്നെ എ പീസ് ഓഫ് ക്ലോത്ത് വരും. വൈറ്റ് പേപ്പർ വരും. ബ്ലാക്ക് ചാർട്ട് പേപ്പർ വരും. എ കോയിൻ വരും. എ മിറർ വരും. പോളിത്തീൻ കവർ വരും. മാർബിൾ വരും കേട്ടോ. അടുത്തത് there are substances that transmit light and substances that do not transmit light. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലൈറ്റിനെ കടത്തി വിടുന്ന സബ്സ്റ്റൻസസും ഉണ്ട്, കടത്തി വിടാത്തതുമുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്സ് ഏതൊക്കെയാണ്? ഡിഡിൻ്റെ ലൈറ്റ് പാസസ് ത്രൂ ദ ബട്ടർ പേപ്പർ. ലൈറ്റ് ബട്ടർ പേപ്പറിൽ കൂടെ പാസ് ചെയ്യില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. വാട്ട് അബൌട്ട് ദ ഗ്ലാസ് യൂസ്ഡ് ഇൻ ദ സ്പെക്ടക്കിൾസിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ടു ബോത്ത് ഓഫ് ദി സബ്സ്റ്റൻസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ ദ സെയിം മാനർ. ഈ രണ്ട് സാധനങ്ങളും അല്ലേ, അതായത് സ്പെക്ടക്കിൾസും അതേപോലെ നമ്മൾ പറഞ്ഞതും. അപ്പോൾ അത് രണ്ടും എന്താ ലൈറ്റ് കടത്തി വിടുന്നത് സെയിം മാനറിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യെസ് സം എമൗണ്ട് ഓഫ് ലൈറ്റ് പാസ് ത്രൂ ദ ബട്ടർ പേപ്പർ. എന്ത് നമുക്ക് പറയാം? ബട്ടർ പേപ്പറിൽ കൂടെ ലൈറ്റ് പോവും. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. ലൈറ്റ് ആൾസോ പാസസ് ത്രൂ ദ ഗ്ലാസ് യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ്. അപ്പോൾ അതിൻ്റെ ആൻസർ രണ്ടും ഒരേ മാനറിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോ, ബോത്ത് ദീസ് സബ്സ്റ്റൻസസ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ ദ സെയിം മാനർ. ബട്ടർ പേപ്പർ ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി വേറസ് ഗ്ലാസ് യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി. ബട്ടർ പേപ്പറിലാണെങ്കിൽ അധികം ലൈറ്റ്
ട്രാൻസ്മിറ്റ് ചെയ്യില്ല. പക്ഷേ എന്താണ്, സ്പെക്ടക്കിൾസിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് നല്ലപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ നമ്മളോട് പറഞ്ഞത് റിപ്പീറ്റ് ദ എക്സ്പീരിമെൻറ്റ് യൂസിങ് ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, സ്ക്രാച്ച്ഡ് ഗ്ലാസ് പീസ്, ഓയിൽ, പേപ്പർ ഗ്ലാസ് പീസ്, പോളിത്തീൻ കവർ, പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതൊക്കെ വെച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ എക്സ്പീരിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി, നല്ല പോലെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിനെ കടത്തി വിടുന്നതും പിന്നെ പാർഷ്യലായിട്ട്, അതായത് ചെറിയ രീതിയിൽ കടത്തി വിടുന്നതും ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഈ തന്നിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എക്സ്പീരിമെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്ര സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് വെച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലിയിൽ ഏതൊക്കെ വരും എന്ന് നോട്ട് ചെയ്യാം കേട്ടോ. വിൻഡോ ഗ്ലാസ് വരും, ഗ്ലാസ് പീസ് വരും, പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ് ടംബ്ലർ വരും, പിന്നെ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ വരും. പിന്നെ ഒബ്ജക്റ്റ് വെച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ഏതാ, നേരത്തെ നമ്മൾ പറഞ്ഞു ബട്ടർ പേപ്പർ വരും, സ്ക്രാച്ച്ഡ് ഗ്ലാസ് പീസ് വരും, ഓയിൽഡ് പേപ്പർ വരും, പിന്നെ എന്താ വരിക, പോളിത്തീൻ കവർ വരും കേട്ടോ. അടുത്തത് നമ്മളോട് പറയുന്നത് യു ഹാവ് ഫൗണ്ട് ദാറ്റ് ദർ ആർ 3 types ഓഫ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്. 3 ടൈപ്പ് ഒബ്ജക്റ്റ് ഉണ്ട് ലൈറ്റിൻ്റെ ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ട്. ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ കടത്തിവിടുന്ന ഒബ്ജക്റ്റ് ആണ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. ലൈറ്റിനെ പാർഷ്യലായിട്ട്, അതായത് ഇപ്പോൾ കുറച്ചീശ കടത്തി വിടുന്നതാണ് എന്ത്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. തേർഡ് വരുന്നത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ലൈറ്റിനെ ഒട്ടും കടത്തി വിടാത്തതാണ് ഇത്, ഒപ്പാക്ക് ഒബ്ജക്റ്റ്. റിപ്പീറ്റ് ദ എക്സ്പീരിമെൻറ്റ് യൂസിങ് മോർ ഒബ്ജക്റ്റ്, ക്ലാസിഫൈ ദം ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ വെച്ച് ഇപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രാൻസ്പാരൻറ്റും ട്രാൻസ്ലൂസൻറ്റും ഒപ്പാക്ക് ഒബ്ജക്റ്റും ഒക്കെ ഏത് വരുന്നു. അപ്പോൾ എക്സാമ്പിളായിട്ടൊന്ന് നോട്ട് ചെയ്തോളൂ. ട്രാൻസ്പാരൻറ്റിൽ നമുക്ക് വാട്ടർ പറയാം, ക്ലിയർ സെല്ലോ ടേപ്പ് പറയാം, ഡയമണ്ട് പറയാം. അതേപോലെ ട്രാൻസ്ലൂസൻറ്റിൽ കളേർഡ് പ്ലാസ്റ്റിക് ഷീറ്റ് പറയാം, ഒപ്പാക്കിൽ അലുമിനിയം ഫോയിൽ, മെറ്റൽ സ്പൂണ്, കാർഡ്ബോർഡ്, ഇത് പറയാം കേട്ടോ. അടുത്തത് കൺവേർട്ടിംഗ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ടു ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അതായത് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആക്കാമെന്നാണ് പറയുന്നത്. ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻ ടു എ ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപ്പാക്ക് വൺ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഹൗ, ഡിസ്കസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എങ്ങനെയായിരിക്കും, വാട്ട് മെത്തേഡ്സ് ക്യാൻ യു സജസ്റ്റ്, നിങ്ങൾ എന്തൊക്കെ മെത്തേഡ്സാണ്, യെസ് വി ക്യാൻ, നമുക്കത് ചെയ്യാൻ പറ്റും. ടു മേക്ക് ഇറ്റ് ട്രാൻസ്പാരൻറ്റ്, കവർ ഇറ്റ് വിത്ത് ഒപ്പാക്ക് ഒബ്ജക്റ്റ്, പെയിൻറ്റ് ഓർ സൂട്ട്. ട്രാൻസ്പാരൻ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, കവർ ഇറ്റ് വിത്ത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക. ടു മേക്ക് ഇറ്റ് ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടി ആഡ് ഓയിൽ, പിന്നെ സൂട്ട് ലൈറ്റ്ലി ഓർ പെയിൻറ്റ് ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആക്കാനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒപ്പാക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ട് കവർ ചെയ്താൽ മതി ആ ഗ്ലാസ്സിന്. അപ്പോൾ അത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ടു മേക്ക് ഇറ്റ് ഒപ്പാക്ക്, കവർ ഇറ്റ് വിത്ത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഓർ പെയിൻറ്റ്. ടു മേക്ക് ഇറ്റ് ട്രാൻസ്ലൂസൻറ്റ് എന്താ ചെയ്യുക, ആഡ് ഓയിൽ, സൂട്ട് ലൈറ്റ്ലി ഓർ പെയിൻറ്റ് ലൈറ്റ്ലി, ഇത് പറയാം കേട്ടോ. മേക്ക് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഷീറ്റ് സൂട്ടഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ്, എന്ത് ചേഞ്ചാണ് നിങ്ങൾ അതിൽ കാണുന്ന ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ ഷീറ്റ് ഓഫ് ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ടേൺസ് ലെസ് ക്ലിയർ വെൻ ഇറ്റ് അക്യുമുലേറ്റ് സൂട്ട് ഓൺ ഇറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ തിക്ക് ദ സൂട്ട് ഡെപ്പോസിറ്റ് ഈസ്. ഗ്ലാസ് ക്യാൻ ഗോ ഫ്രം ട്രാൻസ്പാരൻറ്റ് ടു ട്രാൻസ്ലൂസൻറ്റ് ഓർ ഈവൺ ഒപ്പാക്ക്. എന്താണ് പറയുന്നത്, അതായത് ഒരു ഷീറ്റ് ഓഫ് ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ടേൺസ് ലെസ് ക്ലിയർ വെൻ ഇറ്റ് അക്യുമുലേറ്റ് സൂട്ട് ഓൺ ഇറ്റ്. നമുക്ക് ട്രാൻസ്പാരൻറ്റ് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ, ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ തിക്ക് സൂട്ട് ഡെപ്പോസിറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ അതിലെത്രയുണ്ട് അതിനനുസരിച്ച് ചേഞ്ച് ആവും. ഓക്കെ, What other methods can be adopted to make the glass sheet translucent or opaque? Write down your suggestion. അപ്പോൾ ട്രാൻസ്പാരൻറ്റിനെ ട്രാൻസ്ലൂസൻറ്റോ അല്ലെങ്കിൽ ഒപ്പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ.
Can we convert pure water to air to translucent? Pure വാട്ടറിനെ നമുക്ക് എന്തൊക്കെയാൻ പറ്റും? അതിന് മുന്നേ നമുക്ക് ആ മെത്തേഡ് പറയണം. മെത്തേഡ് ഏതൊക്കെയാണെന്ന്. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു മേക്ക് ദ ഗ്ലാസ് ഷീറ്റ് ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപ്പാക്ക്? ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് പറയാം? ടു മേക്ക് മെത്തേഡ്സ് ടു മേക്ക് ഗ്ലാസ്. ആദ്യം നമുക്ക് ട്രാൻസ്ലൂസൻറ്റ് ഓൾറെഡി ഒരു മെത്തേഡ് പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഫ്രോസ്റ്റഡ് ഫിലിം അപ്ലിക്കേഷൻ പറയാം. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് ഗ്ലാസ് ക്യാൻ ബി മെയ്ഡ് ട്രാൻസ്ലൂസൻറ്റ് ബൈ അപ്ലൈയിങ് എ ഫ്രോസ്റ്റഡ് പ്ലാസ്റ്റിക് ഫിലിം ടു ഇറ്റ്. അപ്പോൾ അത് ഗ്ലാസ്സുമ്പോൾ നമുക്ക് ഈ ഫ്രോസ്റ്റഡ് പ്ലാസ്റ്റിക് ഫിലിം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെന്തായിട്ട് മാറും? ട്രാൻസ്ലൂസൻറ്റ് ഗ്ലാസ് ആയിട്ട് മാറും, ട്രാൻസ്പാരൻറ്റ്. നെക്സ്റ്റ് നമുക്ക് പറയണത് യൂസിങ് ഫ്രോസ്റ്റഡ് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം ടു ഗീവ് ഗ്ലാസ് എ ട്രാൻസ്ലൂസൻറ്റ് അപ്പിയറൻസ്. മിസ്റ്റ് ഇറ്റ് വിത്ത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് പെയിൻറ്റ്. ഇപ്പോൾ ഈ ഗ്ലാസ് പെയിൻ്റ് ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതെങ്ങനെ ഇരിക്കും? ട്രാൻസ്ലൂസൻറ്റ് ഗ്ലാസ് പോലെ ഇരിക്കും. നെക്സ്റ്റ് മെത്തേഡ്സ് ടു മേക്ക് ഗ്ലാസ് ഒപ്പേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് പെയിൻറ്റിങ് കൊടുക്കാം. Light will be blocked if an opaque paint or coating is applied to the glass surface. ഒരു ഒപ്പാക്ക് പെയിൻറ്റോ എന്തെങ്കിലും കോട്ടിങ്ങോ കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ എന്തായാലും ലൈറ്റ് പാസ് ചെയ്ത് പോയില്ല, അത് എന്തായിട്ട് മാറും? ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. സെക്കൻഡ്, കവറിങ് വിത്ത് ഒപ്പാക്ക് മെറ്റീരിയൽ. ഏതെങ്കിലും ഒപ്പാക്ക് മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്യുക. വി ക്യാൻ മേക്ക് ദ ഗ്ലാസ് ഒപ്പാക്ക് ബൈ സ്റ്റിക്കിംഗ് ഒപ്പാക്ക് പ്ലാസ്റ്റിക് ഓർ വിനൈൽ ഷീറ്റ് ടു ഇറ്റ്. അപ്പോൾ അത് രണ്ടും നമുക്ക് പറയാം കേട്ടോ. അടുത്തത്, യു ഹാവ് ഫൗണ്ട് ദാറ്റ് പ്യുവർ വാട്ടർ ഈസ് ട്രാൻസ്പാരൻറ്റ്. വാട്ട് അബൌട്ട് എയർ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിസിബിൾ ലൈറ്റ് ക്യാൻ യൂഷ്വലി പാസ് ത്രൂ പ്യുവർ എയർ. പ്യുവർ എയറിൽ കൂടെ നല്ല വിസിബിൾ എയറിന് ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാനും പറ്റും, നമുക്കത് കാണാനും പറ്റും. ഹൗവെവർ എയർ ക്യാൻ ഹാവ് ഡസ്റ്റ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓർ പൊല്യൂട്ടൻസ് ഇൻ ഇറ്റ് ദാറ്റ് ക്യാൻ സ്കാറ്റർ ലൈറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ലുക്ക് ലെസ് ട്രാൻസ്പാരൻറ്റ്. ഫോർ എക്സാമ്പിൾ വെൻ ഇറ്റ്സ് ഫോഗി ഓർ സ്മോഗി. പക്ഷെ നമുക്കറിയാം എയറിൽ എന്തൊക്കെയുണ്ട്? ഡസ്റ്റ് ഉണ്ട്, അതേപോലെ പൊല്യൂട്ടൻസ് ഉണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ലൈറ്റ് അതുമ്പോൾ തട്ടുമ്പോൾ അതെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. അപ്പോൾ ലൈറ്റിൻ്റെ തെളിച്ചം എന്ത് ചെയ്യും? കുറയും അല്ലേ? ഇപ്പോൾ ഫോഗി ആയിരിക്കുന്ന സമയത്തും സ്മോഗി സമയത്തൊക്കെ നമുക്ക് നല്ല ലൈറ്റാണോ കാണാൻ പറ്റുന്നത്? അല്ല. ഓക്കെ, ക്യാൻ വി കൺവേർട്ട് പ്യുവർ വാട്ടർ ആൻഡ് എയർ ടു ട്രാൻസ്ലൂസൻറ്റ്? പ്യുവർ വാട്ടറിനെയും എയറിനെയും നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റുമോ? ഡിസൈൻ ആൻഡ് എക്സ്പീരിമെൻറ്റ് ഫോർ ദിസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളോട് ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, യെസ് വി ക്യാൻ കൺവേർട്ട് പ്യുവർ വാട്ടർ ആൻഡ് എയർ ടു ട്രാൻസ്ലൂസൻറ്റ്. പ്യുവർ വാട്ടറിനെയും എയറിനെയും നമുക്ക് കാരണം ഇത് ഓൾറെഡി എന്താണ്? ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും? ട്രാൻസ്ലൂസൻറ്റ്, അതായത് പാർഷ്യലി കാണുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. ടു കൺവേർട്ട് പ്യുവർ വാട്ടർ ടു ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടി, പ്യുവർ വാട്ടറിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ഫിൽ 3/4 ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ വിത്ത് വാട്ടർ. ഒരു ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ 3/4 ഭാഗം വെള്ളം നിറയ്ക്കുക. പോയിൻ്റ് ലൈറ്റ് ഫ്രം എ ടോർച്ച് ടു ഇറ്റ്. അപ്പോൾ ഒരു ലൈറ്റ്, ടോർച്ചിൽ നിന്ന് ലൈറ്റ് അടിക്കുക. ലൈറ്റ് പാസസ് ത്രൂ ദ വാട്ടർ. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? വാട്ടറിൽ കൂടെ പാസ് ചെയ്യും. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലൂ ഇങ്ക് ടു ദ വാട്ടർ. ആ വാട്ടറിലേക്ക് എന്ത് ആഡ് ചെയ്യുക? കുറച്ച് ബ്ലൂ ഇങ്ക് ആഡ് ചെയ്യുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ്. നൗ ലൈറ്റ് വിൽ ട്രാൻസ്മിറ്റ് ത്രൂ ഇറ്റ് പാർഷ്യലി. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഫുള്ള് ബ്ലൂ കളർ ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് ഫുള്ളായിട്ട് പാസ് ചെയ്യില്ല, എന്തായിട്ട് പാർഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ ലൈറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? എയർ ആണ്. അപ്പോൾ ടു കൺവേർട്ട് എയർ ടു ട്രാൻസ്ലൂസൻറ്റ്. എയറിനെ ആണ് ആക്കണമെങ്കിൽ എന്ത് പറയാം? ടേക്ക് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ബോട്ടിൽ. ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. പോയിൻ്റ് ലൈറ്റ് ടോർച്ച് ടു ഇറ്റ് ആൻഡ് ഒബ്സർവ്. ഒരു ലൈറ്റ് അടിക്കുക, എന്ത് ചെയ്യും? ലൈറ്റ് പാസ് ചെയ്യും അല്ലേ? ഒബ്സർവ് ചെയ്യുമ്പോൾ ലൈറ്റ് വിൽ ട്രാൻസ്മിറ്റ് ത്രൂ ഇറ്റ്. നൗ ഫിൽ സം സ്മോക്ക് ഇൻ ദ ബോട്ടിൽ യൂസിങ് ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക്. ചന്ദനത്തിരിയോ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ആ ബോക്സിൽ എന്താക്കുക? പുക കൊടുക്കുക. അഗെയിൻ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ്. നൗ ദ ലൈറ്റ് വിൽ ട്രാൻസ്മിറ്റ് ത്രൂ ഇറ്റ്സ് പാർഷ്യലി. അപ്പോൾ ലൈറ്റ് ഫുള്ളായിട്ട് പാസ് ചെയ്യുമോ? ഇല്ല, പാർഷ്യലി ആയിട്ടാണ് പാസ് ചെയ്യുക കേട്ടോ. Okay, what other substances can you use for this? Design an experiment using the materials you have identified. Record the details and findings of the experiment in your science diary. വേറെ ഏതൊക്കെ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു മേക്ക് വാട്ടർ ട്രാൻസ്ലൂസൻറ്റ്. വാട്ടറിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്
ഉജാല, ലിക്വിഡ് ബ്ലൂ, ഇങ്ക് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. ഉജാല യൂസ് ചെയ്യാം, ബ്ലൂ ലിക്വിഡ് യൂസ് ചെയ്യാം, ഇങ്കും യൂസ് ചെയ്യാം. ദ പ്രസൻസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് മിസ്റ്റ് ഇൻ ദ എയർ മേക്ക് എയർ ട്രാൻസ്ലൂസൻറ്റ്. എയറിനെ ട്രാൻസ്ലൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡസ്റ്റ് പാർട്ടിക്കിൾസും മിസ്റ്റൊക്കെ എയറിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കും അല്ലേ. എക്സ്പീരിമെൻറ്റ്സ് ടു മേക്ക് വാട്ടർ ട്രാൻസ്ലൂസൻറ്റ്. ഇപ്പോൾ വാട്ടർ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സ്പീരിമെൻ്റ് തന്നെ നമുക്ക് പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാം? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഇപ്പോൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിലേക്ക് ഒരു ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഉജാല ഓർ ലിക്വിഡ് ബ്ലൂ ഇങ്ക് ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും? ലൈറ്റ് പാർഷ്യലി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു എക്സ്പീരിമെൻ്റ് കേട്ടോ. ഓക്കെ, അതന്നെ നമുക്കിവിടെ പറയാം. അടുത്തത് എക്സ്പീരിമെൻറ്റ് ടു മേക്ക് എയർ ട്രാൻസ്ലൂസൻറ്റ്. എയർ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ബോട്ടിൽ, പോയിൻ്റ് എ ലൈറ്റ് ആൻഡ് ടോർച്ച് ടു ഇറ്റ് ആൻഡ് ഒബ്സർവ്. അതിൽ കൂടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ എന്തായാലും ലൈറ്റ് പാസ് ചെയ്ത് പോവും. ലൈറ്റ് വിൽ ട്രാൻസ്മിറ്റഡ് ത്രൂ ഇറ്റ്. നൗ ഫിൽ സം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓർ മിസ്റ്റ് ഇൻ ദ ബോട്ടിൽ. ബോട്ടിലിൽ കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസോ മിസ്റ്റോ നിറച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അഗെയിൻ റിപ്പീറ്റ് ദ എക്സ്പീരിമെൻറ്റ്. നൗ ദ ലൈറ്റ് വിൽ ട്രാൻസ്മിറ്റ് ത്രൂ ഇറ്റ് പാർഷ്യലി. പിന്നെ എങ്ങനെയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക? പാർഷ്യലായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. We have understood the differences in transmission of light by different objects. How does the opacity and transparency of objects benefit us? എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ, ദ ഒപ്പാസിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി ഓഫ് ഒബ്ജക്റ്റ് ബെനിഫിറ്റ് അസ് ബൈ അലോവിങ് അസ് ടു കൺട്രോൾ ലൈറ്റ് ആൻഡ് വിസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ട്രാൻസ്പാരൻറ്റ് വിൻഡോ ലെറ്റ് ലൈറ്റ് ഇൻ വൈൽ ഒപ്പാക് വാൾസ് പ്രൊവൈഡ് പ്രൈവസി. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ചിലപ്പോൾ നമുക്ക് നല്ല പോലെ ലൈറ്റ് വേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ നമുക്ക് ആവശ്യം ലൈറ്റ് വേണ്ട, നമുക്ക് ഉറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ട്രാൻസ്പാരൻറ്റും നമുക്ക് ട്രാൻസ്ലൂസൻറ്റും എന്താണ്? യൂസ്ഫുൾ ആണ്. ചില സമയത്ത് ഒപ്പാക്കും നമുക്ക് എന്താണ്? യൂസ്ഫുൾ ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണ്? ഹൗ ഡു യു നോ വെൻ ദ ഇങ്ക് ഇൻ എ റീഫിൽ പെൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. എങ്ങനെയാണ് നിങ്ങൾ അറിയുക? ഒരു റീഫിൽ പെൻ നമുക്ക് അറിയാം അല്ലേ. ഇങ്ക് നിറച്ച് കൊടുക്കുന്നത് തീരുമ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആയെന്ന് അറിയാം. ദ ഇങ്ക് ഇൻ ദ റീഫിൽ പെൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് വെൻ ദ പെൻ നോ ലോങ്ങർ റൈറ്റ്സ് ആൻഡ് യു ക്യാൻ ഓഫൺ സീ ദാറ്റ് ദ റീഫിൽ പെൻ ഈസ് എംപ്റ്റി ഇഫ് ദ പെൻ ഹാസ് എ ട്രാൻസ്പാരൻറ്റ് ഓർ ട്രാൻസ്ലൂസൻറ്റ് കേസിങ്. നമ്മൾ എങ്ങനെ അറിയാം? ഒന്നാമത്തെ കാര്യം, നമുക്ക് പേന തെളിയാണ്ടാവുമ്പോൾ നമുക്കറിയാം മഷി തീർന്നു. രണ്ടാമത് നമ്മളത് ഊരി നോക്കുമ്പോൾ അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റും അതിലെ മഷിയിലെ. അപ്പോൾ അതിലെ മഷിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം മഷി തീർന്നു എന്ന് അറിയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ ചോദിച്ചിട്ടുള്ളത്, ഡോണ്ട് യു യൂസ് ഓയിൽ പേപ്പർ ടു ട്രേസ് പിക്ചേഴ്സ് ആൻഡ് മാപ്പ്. നമ്മൾ ഓയിൽ പേപ്പർ ഉണ്ടാക്കും. എങ്ങനെയാണ്? ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ട്രേസ് എടുക്കാം അല്ലേ പിക്ചേഴ്സിൻ്റെ. അപ്പോൾ യെസ്, ഓയിൽ പേപ്പർ യൂസ് ടു ട്രേസ് പിക്ചേഴ്സ് ആൻഡ് മാപ്സ് ബിക്കോസ് ഇറ്റ്സ് ട്രാൻസ്ലുവൻസി ഹെൽപ്പ് യു ടു സീ ദ ഇമേജ് ബിനീത്ത് ക്ലിയർലി. ട്രാൻസ്ലുവൻസി നമുക്ക് എന്ത് ചെയ്യാൻ? കാണാൻ പറ്റൂലേ അപ്പുറത്തുള്ള ഇമേജ് എന്താണെന്ന്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പകർത്താൻ പറ്റുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഹാവൻ യു റിയലൈസ്ഡ് ദാറ്റ് വി യൂട്ടിലൈസ് ദ ട്രാൻസ്പാരൻസി, ഒപ്പാസിറ്റി ആൻഡ് ട്രാൻസ്ലുവൻസി ഓഫ് ഒബ്ജക്റ്റ് ഇൻ എവറി ഡേ ലൈഫ്. നമ്മൾ എവറി ഡേ ലൈഫിൽ ഈ 3 കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ്, വി യൂട്ടിലൈസ്ഡ് ദ ട്രാൻസ്പാരൻസി, ഒപ്പാസിറ്റി ആൻഡ് ട്രാൻസ്ലുവൻസി ഓഫ് the object in everyday life. For example, using clear glass for windows, opaque materials for walls, etc. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾക്കൊരു ബോക്സാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് മോർ സിറ്റുവേഷൻ ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ്. സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എപ്പോഴൊക്കെയാണ് നമ്മളോട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഗ്ലാസസ് ഇൻ സ്പെക്ടക്കിൾസ് കൊടുക്കാം, പിന്നെ ഗ്ലാസസ് ഇൻ വെഹിക്കിൾസ് കൊടുക്കാം, പിന്നെ ഗ്ലാസസ് ഇൻ ഫിഷ് ടാങ്ക്സ് കൊടുക്കാം. സെക്കൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യണത്? ഓയിൽ പേപ്പർ, ബട്ടർ പേപ്പർ, റൂഫ് ഓഫ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം. പിന്നെ സിറ്റുവേഷൻ ഇൻ വിച്ച് ഒപ്പാക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, അത് കർട്ടൻസ്, ഡോർസ് ആൻഡ് വിൻഡോസ്, ഡാർക്ക് റൂം ഇൻ സ്റ്റുഡിയോസ്. ഓക്കെ, അടുത്തത്
സപ്പോസ് ഇഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ട്രാൻസ്പാരൻറ്റ്, ഹ്യൂമൻ ബോഡി ട്രാൻസ്പാരൻ്റ് ആണെങ്കിലോ നമുക്ക് ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ കാണാൻ പറ്റും. ദ ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ദ ഇൻവിസിബിൾ മാൻ ഈസ് എ ഫേമസ് സയൻസ് ഫിക്ഷൻ ബൈ ദ ഇംഗ്ലീഷ് റൈറ്റർ H.G. Wells. Griffin, the scientist, is a character in the novel. Griffin's body became transparent as a result of its experiment. This novel portrays the experiences of Griffin who become invisible. അതൊരു നോവലിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ക്യാൻ യു റൈറ്റ് എ സയൻസ് ഫിക്ഷൻ വിത്ത് എ ട്രാൻസ്പാരൻറ്റ് മോർ ഓർ എനി അതർ ഓർഗാനിസം ആസ് എ ക്യാരക്ടർ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എഴുതി നോക്കുക. അടുത്തത് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ് എന്നുള്ള പോർഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്